നമസ്കാരം. ധാന്യ സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2022 നടത്തിയ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത് വരുന്ന ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് അതുപോലെ UPSCൻ്റെ എക്സാമിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ കണ്ടൻറ്റ് എന്ന് കരുതുന്നു. നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു, ദത്തവകാശ നിരോധന നയം പിൻവലിച്ചു, ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചു, 1958 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഉള്ളി 3 മാത്രമാണ് തെറ്റായ പ്രസ്താവനകൾ. 3 മാത്രമാണ് തെറ്റായ പ്രസ്താവനകൾ. ഇതിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. അതുപോലെ ഇന്ത്യയിൽ പീനൽ കോഡ് നിയമം പാസ്സാക്കിയതും ഗവർണർ ജനറലും കാനിങ് പ്രഭു ആയിരുന്നു. എന്നാൽ ഇവിടെ പറയുന്ന ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭുവാണ് ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത്. ഓക്കെ, കാനിങ് പ്രഭു ബന്ധപ്പെടാത്ത പ്രസ്താവന 3 മാത്രമാണ്. ഈ 3 മാത്രമാണ്. ഈ ഇൽബർട്ട് ബിൽ പ്രഖ്യാപിക്കുന്ന ആരാണ്? റിപ്പൺ പ്രഭുവാണ് ഇൽബർട്ട് ബിൽ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻസ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അനി ബസന്റ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ ആകുന്നു. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് 1925 ആയിരുന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൻസർ 1, 2, 3 ശരിയായ പ്രസ്താവനയാണ്. 1, 2, 3 ശരിയായ പ്രസ്താവന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അനി ബസന്റ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ ആകുന്നു. ഇതിൽ 1925 ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷമാണ്. ഗാന്ധിജി രണ്ടാമതായി കേരളത്തിൽ വന്ന വർഷമാണേത്? 1925 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വരുന്നുണ്ട്. 1, 3 തെറ്റായ പ്രസ്താവനകൾ. ചൈനീസ് വിപ്ലവം എന്ന് പറയുമ്പോൾ 1911 ചൈനീസ് വിപ്ലവം, അതായത് മഞ്ചു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവമായിരുന്നു എന്ത്? 1911 നടന്ന ചൈനീസ് വിപ്ലവം. ഇതിൽ കുമിന്താങ് പാർട്ടിയുടെ പ്രമുഖ പ്രവർത്തകൻ ആരായിരുന്നു? സൺയാൽസൻ ആയിരുന്നു. എന്നാൽ ചൈനീസ് റിപ്പബ്ലിക്ക് നിലവിൽ വന്ന വർഷം 1912 ഓക്കെ, നെക്സ്റ്റ് വൺ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: 1-ാം പാനിപ്പത്ത് യുദ്ധം ബാബറും ഇബ്രാഹിം ലോധിയും, ബക്സാർ യുദ്ധം മിർജാഫർ ക്ലൈവ്, കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ ഡച്ചുകാർ, ഖണ്വ യുദ്ധം ബാബർ റാണ സംഘ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉള്ളി 2 മാത്രം ആണ് തെറ്റായ ജോഡികൾ. 2 മാത്രമാണ് തെറ്റായ ജോഡികൾ. ബക്സാർ യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കിന് 1990 നടന്ന യുദ്ധമാണിത്, കലാപമാണിത്. ബക്സാർ കലാപം, ബോക്സർ കലാപം എന്ന് പറയുന്നത്. അതിൽ ചൈനയിലെ വൈദേശികാധിപത്യത്തിനെതിരെയായിട്ട് നടന്ന കലാപമാണിത്, ബോക്സാർ കലാപം. അന്ന് ഈ കലാപം ബോക്സർ കലാപം എന്നറിയപ്പെടാൻ കാരണം എന്താണ്? 1900 അറിയപ്പെടാൻ കാരണം എന്താണ്? അന്ന് മുദ്രയായി ബോക്സർമാരുടെ മുഷ്ടി സ്വീകരിച്ചതായിരുന്നു ഇതിന് കാരണം. മുദ്രയായിട്ട്
ബോക്സർമാരുടെ മുഷ്ടി ചുരുട്ടിയതായിരുന്നു ഇതിൻ്റെ കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയായ പ്രസ്താവനയാണ്. 1, കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താം കോവിൽ വിള എന്ന സ്ഥലത്ത് ജനിച്ചു. ശാസ്താം കോവിൽ വിള എന്ന സ്ഥലത്ത് ജനിച്ചു. പിന്നെ അഖിലത്തിരുട്ട്, അരുൾനൂർ എന്നീ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം പിതാവിൻ്റെ വഴി എന്നറിയപ്പെട്ടു. വിശ്വാസ പ്രമാണം പിതാവിൻ്റെ വഴി എന്ന് അറിയപ്പെട്ടു. വിശ്വാസ പ്രമാണം പിതാവിൻ്റെ വഴി എന്ന് അറിയപ്പെട്ടു. വൈകുണ്ഠസ്വാമികൾ എന്ന് പറയും പ്രധാനമായി ഓർക്കേണ്ടത് എന്തായിരുന്നു? സമത്വ സമാജം, അല്ലേ? സമത്വ സമാജം പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യമാണ്. വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുമ്പോൾ സമത്വ സമാജം എന്നാണ്. പിന്നെന്താ ഓർക്കുക? ജാതി 1, മതം 1, കുലം 1, ദൈവം 1, ലോകം 1 എന്ന് പ്രസ്താവിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ വേറൊരു മുദ്രാവാക്യമുണ്ട്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം. അതേപോലെ മറ്റൊന്നുകൂടിയുണ്ട്. വെളുത്ത പിശാചിൻ്റെ ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ, തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളായിരുന്നു. അപ്പം 3-4 കാര്യങ്ങൾ. ഒന്ന് പ്രധാനമായിട്ടും സമത്വ സമാജം ഓർത്തിരിക്കുക. അതുപോലെ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, പിന്നീട് ജാതി 1, മതം 1, കുലം 1, ദൈവം 1, ലോകം 1 എന്ന് പറഞ്ഞതും വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. കോവിഡിനുള്ള പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭാരത് ബയോടെക്. ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഭാരത് ബയോടെക്. നെക്സ്റ്റ് വൺ. ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, കോണ്ടൂർ രേഖകൾ, ഗ്രീനിച്ച് രേഖകൾ. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പറയുന്നത്. ഈസ്റ്റിങ്സ് ആണ് പറയുന്നത്. ഈസ്റ്റിങ്സ്, അതായത് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളാണെന്ത്? ഈസ്റ്റിങ്സ്. എന്നാൽ ഭൂപടങ്ങളിൽ, ധാരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകൾക്ക് എന്ത് പറയുന്നുണ്ട്? നോർത്തിങ്സ് എന്ന് പറയുന്നുണ്ട്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ധാരാതലീയ ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന രേഖകളാണെന്ത്? ചുവന്ന രേഖകളാണെന്ത്? നോർത്തിങ്സ്. തെക്ക് ദിശയിൽ വരയ്ക്കുന്നതാണ് ഈസ്റ്റിങ്സ്. നെക്സ്റ്റ് വൺ. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: നദികൾ, ഹിമാനികൾ, തിരമാലകൾ, കാറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാറ്റ്. ലോയിസ് സമതലങ്ങൾ കാറ്റാണ് സൃഷ്ടിക്കുന്നത്. ലോയിസ് സമതലങ്ങൾ കാറ്റാണ് സൃഷ്ടിക്കുന്നത്. നെക്സ്റ്റ് വൺ. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി 12 മണിക്കൂർ 25 മിനിറ്റ്. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസമാണ് 12 മണിക്കൂർ 25 മിനിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏത്? ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ആൻസർ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം. ട്രോപ്പോസ്ഫിയർ ഉണ്ട് അല്ലേ? ഇവിടെ അയണോസ്ഫിയർ എന്നൊക്കെയുണ്ട്. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി അല്ലേ? ഏതാണ്? അയണോസ്ഫിയർ. അതുപോലെ തന്നെ വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾക്ക് സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ഏതാണ്? അയണോസ്ഫിയർ ആണ്. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം
അയണോസ്ഫിയർ ആണ്. ഓക്കെ. മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ പ്രത്യേകം എന്തായിരിക്കണം? ഉൽക്കാവർഷ പ്രദേശം എന്ന് പറയുന്നതാണ് ഏത്? മീസോസ്ഫിയർ. അതുപോലെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ഏതാണ്? മീസോസ്ഫിയർ ആണ്. നമുക്കിവിടെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ? ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. ഇതിനെ മാനവരാശിയുടെ ഭവനമെന്നുകൂടി അറിയപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിനെ മാനവരാശിയുടെ ഭവനമെന്നുകൂടിയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിനെയാണ് ട്രോപ്പോസ്ഫിയറിനെ അറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ്, മാർബിൾ ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: ആഗ്നേയശില, കയാന്ത്രിതശില, അവസാദശില, പാതാളശില. ആൻസർ വരുന്നത് കയാന്ത്രിതശിലയാണ്. ആര്? മാർബിൾ. കയാന്ത്രിതശിലയാണ് മാർബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെറിങ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹം ഏത്? ബെറിങ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഒയാഷിയോ. ഒയാഷിയോ ആണ് ബെറിങ് കടലിടുക്ക്. ഒയാഷിയോ ബെറിങ് കടലിടുക്ക് വഴി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഒയാഷിയോ, തെക്കോട്ട് പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻസ്: മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലുള്ള വളർച്ച, സ്വാശ്രയം, ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം. ഇതിലേതൊക്കെയാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉം. 1ഉം 2ഉമാണ് ആൻസർ. അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിനുള്ള വളർച്ചയും അതുപോലെ സ്വാശ്രയത്വം, ഇത് രണ്ടും പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടുന്നവയാണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3. 1, ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങൾ പരിമിതപ്പെട്ടു. ഉയർന്ന ഉൽപ്പാദനം കമ്പോള മിച്ചത്തിനിടയാക്കി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കാർഷിക രംഗത്തുണ്ടായി. ഓക്കെ. ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏതാണ്? പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏതാണ്? ഇതിൽ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണം അല്ലേ, ഉദാരവൽക്കരണം ഒക്കെ വരുന്നുണ്ട്. ആൻസർ വരുന്നത് ഇവിടെ 15ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഉയർന്ന ജനസംഖ്യാ നിരക്ക്. ഉയർന്ന ജനസംഖ്യാ നിരക്കാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നത് കാരണമല്ലാത്തത്. പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏതൊക്കെയായിരുന്നു? ജനസംഖ്യാ നിരക്ക്, ഉയർന്ന ജനസംഖ്യാ നിരക്ക്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ അവസാദശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? അവസാദശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ചുണ്ണാമ്പ് കല്ല്. ഒരു പ്രധാന റാബി വിളയാണ്. ആൻസർ ഓപ്ഷൻ സി, പുകയില. പ്രധാന റാബി വിളയാണ് പുകയില. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര നാണയനിധിയുടെ IMF ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഗീതാ ഗോപിനാഥ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് വൺ, സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി 15-ാം വകുപ്പാണ്. 15-ാം വകുപ്പാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ്. അടുത്തത് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോഷ്യലിസ്റ്റ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? സോഷ്യലിസ്റ്റ്. നെക്സ്റ്റ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് നിർമ്മിച്ചതാണെന്ത്? സർക്കാരിയ കമ്മീഷൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ആർട്ടിക്കിൾ 44 അനുസരിച്ചിട്ട് ഓപ്ഷൻ ബി രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമസമിതി രൂപീകരിക്കുക. രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമസമിതി രൂപീകരിക്കുക എന്നതാണ് ആർട്ടിക്കിൾ 44 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന ലിസ്റ്റ് ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? പൊതുജനാരോഗ്യം എവിടെ വരുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ് പൊതുജനാരോഗ്യം. സ്റ്റേറ്റ് ലിസ്റ്റ്. പൊതുജനാരോഗ്യം എവിടെ വരുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. നെക്സ്റ്റ് വൺ, രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷപദം വഹിച്ചിട്ട് നടപടികൾ നിയന്ത്രിക്കുന്നത് അല്ലേ? രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. നെക്സ്റ്റ്, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസ് ബന്ധപ്പെട്ടുണ്ടായതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി എന്താണ്? കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ്. നെക്സ്റ്റ് വൺ, ലോക്സഭയുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഉചിതമായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: 30 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്. ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ഇതിൽ ലോക്സഭയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരി. 2ഉം രണ്ടാമത്തെയും 4മത്തെയും ഓപ്ഷൻസാണ് ശരിയായിട്ടുള്ളത്. ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. നെക്സ്റ്റ് വൺ, കേരള സർക്കാർ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസമാണ്. ഏതാണ് പദ്ധതി? ആൻസർ ഓപ്ഷൻ സി ആണ്. സ്നേഹസ്പർശം. കേരള സർക്കാർ ആരംഭിച്ച സ്നേഹസ്പർശം എന്ന പദ്ധതിയുടെ ലക്ഷ്യം അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസമാണ്. അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഏത് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? സ്നേഹസ്പർശത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസമാണ് സ്നേഹസ്പർശത്തോട് ഉദ്ദേശിക്കുന്നത്.
അടുത്തത്, സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലാണ് നിയമോപദേശം സർക്കാരിന് കൊടുക്കുക. അഡ്വക്കേറ്റ് ജനറലാണ് എന്തിന്? നിയമോപദേശം സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻസ് വരുന്നത്, ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്. 2005 ആണ് പാർലമെൻറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉം ശരിയായതാണ്. 1ഉം 3ഉം ശരി. ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. പിന്നീട് 2005 പാർലമെൻറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരുന്നത്, പാസ്സാക്കിയത്. 2005 തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയത്. ഓക്കെ. നെക്സ്റ്റ്, കൈറ്റ് പൂർണ്ണരൂപം എന്താണ്? കൈറ്റിൻ്റെ പൂർണ്ണരൂപം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് കൈറ്റ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് എന്ത്? കൈറ്റ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ് നമ്മൾ കേൾക്കുന്നത് കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ വരും അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് എന്ത്? കൈറ്റ് എന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം ഉൾപ്പെട്ടുള്ള ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻസ്, മനുഷ്യരിൽ അന്നജത്തിൻ്റെ ദഹനം ആമാശയത്തിൽ വെച്ച് ആരംഭിക്കുന്നു. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം ചെറുകുടലിൽ വെച്ച് കൊഴുപ്പിനെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റെന്നിൻ പാൽ മാംസ്യമായ കസീനിനെ പാരാകസീൻ ആക്കി മാറ്റുന്നു. ആഗ്നേയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ് എന്നീ രാസാഗ്നികൾ പ്രോട്ടീനുകളെ പ്രോട്ടിയോസസ് ആക്കി മാറ്റുന്നു. ഇതിൽ ശരിയായ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി വരുന്നുണ്ട്. 2ഉം 3ഉം 4ഉം. 2 പറയുമ്പോൾ കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം ചെറുകുടലിൽ വെച്ച് കൊഴുപ്പിനെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ഓക്കെ. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റെനിൻ പാൽ മാംസ്യമായ കസീനിനെ പാരാകസീനാക്കി മാറ്റുന്നു. ആഗ്നേയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ് എന്നീ രാസാഗ്നികൾ പ്രോട്ടീനുകളെ പ്രോട്ടീൻസാക്കി മാറ്റുന്നു. ഇവിടെ വരുമ്പോൾ മനുഷ്യരീരത്തിൽ അന്നജത്തിൻ്റെ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുക? വായിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നില്ല. വായിൽ ഉമിനീരുണ്ട്. ഉമിനീരിലുള്ള രസങ്ങളല്ലേ, അത് വെച്ച് തന്നെ എന്താണ്? ആഹാരം ദഹിപ്പിച്ച് തന്നെ തുടങ്ങുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 2 മാത്രം. രണ്ടാമത്തെ റൈബോഫ്ലാവിൻ അല്ലേ? തയാമിൻ, റെറ്റിനോൾ, നിയാസിനൊക്കെ വേറെയാണ്. ജലത്തിൽ അലിയുന്ന വിറ്റാമിൻ ഏതാണ്? റൈബോഫ്ലാവിൻ. നെക്സ്റ്റ് വൺ, അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും? അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഏത് ജീവിയിൽ ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി, കടൽ കാക്കകൾ. DDT ആണ് ചോദിച്ചേക്കുന്നത് സാന്ദ്രത. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോട്ടോസോവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് ടൈഫോയിഡ്, മലേറിയ, അമീബിയാസിസ്, ഡെങ്കിപ്പനി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ആണ്. പ്രോട്ടോസോവം മൂലം 2 പറയുമ്പോൾ മലേറിയയും അമീബിയാസിസും. മലേറിയ ഏതാണ്? പ്ലാസ്മോഡിയം വൈവാക്സ് പ്രോട്ടോസോവയാണ്. അമീബിയാസിസും അമീബ പ്രോട്ടോസോവനാണ്. നെക്സ്റ്റ്, കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ചില ആരോഗ്യ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെയുണ്ട്. ശരിയായത് ഏതെല്ലാം? ആരോഗ്യ പദ്ധതികളെക്കുറിച്ചാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം.
എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സുകൃതം. കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്വാന്തനം. മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 4ഉമാണ് അവർ പറയുന്നത്. 1ഉം 4ഉമാണ് ഫൈനൽ ആൻസർക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. 1ഉം 4ഉം. 1 ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 4 പറയുന്നത് മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി താലോലം. അതൊക്കെ. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പോളിയോ, പാർക്കിൻസൺസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, പോളിയോ, മലമ്പനി, എയ്ഡ്സ്, ക്ഷയം. ആൻസർ ഓപ്ഷൻ എ ആണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതാണ് പോളിയോയും പാർക്കിൻസൺസും. നെക്സ്റ്റ് വൺ. 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. മഴവിലുണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും കാരണമാകുന്നു. മീൻസ് ആന്തരിക പ്രതിഫലനം, അപവർത്തനം, പ്രകീർണമെല്ലാം എന്തിനാണ്? പ്രകാശത്തിന്, മഴവിലുണ്ടാകുന്നതിന് കാരണമാകുന്നു. നെക്സ്റ്റ്. ശബ്ദതരംഗത്തിൻ്റെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? അനുദൈർഘ്യ തരംഗമാണ്, അനുപ്രസ്ഥ തരംഗമാണ്, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ ചൊവ്വ പരിവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതി എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 5 നവംബർ 2003. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നൈട്രജൻ. ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 4 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് വൺ. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സിർക്കോണിയം. നെക്സ്റ്റ് വൺ. ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേയൊരു മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നിഹോണിയം. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ആൻസർ ഓപ്ഷൻ സി. ഒ.വി. വിജയനാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ കണ്ടെത്തുക. ഓപ്ഷൻസിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു, കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു, സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രം. കല്ലുമാല, അതുപോലെ സാധുജന പരിപാലന യോഗം. അതാണ് മഹാത്മാ അയ്യങ്കാളി കേട്ടോ. മഹാത്മാ അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭം, സാധുജന പരിപാലന യോഗം അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി. ഓക്കെ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായിക ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ജാവലിൻ ത്രോ. നീരജ് ചോപ്ര ജാവലിൻ ത്രോ. സോപാന സംഗീതജ്ഞനായിരുന്ന ഞെള്ളത്ത് രാമപൊതുവാളിന് അനുയോജ്യമായ വസ്തു കണ്ടെത്തുക. സോപാനം എന്ന ആത്മകഥ രചിച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നില്ല. ജനഹിതം സോപാനം ജനകീയ രൂപം ആവിഷ്കരിച്ചു. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രം. ഓക്കെ.
51ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 52 ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 53 എന്ന് പറയുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 100 എന്ന് 400ൻ്റെ എത്ര ശതമാനം ചോദിക്കുമ്പോൾ 54ൻ്റെ ആൻസർ ഓപ്ഷൻ എ, 55ൻ്റെ ആൻസർ ഓപ്ഷൻ സി, 56ൻ്റെ ആൻസർ ഓപ്ഷൻ എ. ഇത് ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ളതാണ്. 57ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 58ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 59ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 60യുടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 61 നോക്കാം. 61 അഞ്ജന ഡാഷ് ഹെർ സിക്ക് ഫ്രണ്ട് എസ്റ്റർഡേ. അഞ്ജന ഡാഷ് ഹെർ സിക്ക് ഫ്രണ്ട് എസ്റ്റർഡേ. ആൻസർ ഓപ്ഷൻ ബി കോൾഡ് ഓൺ. അഞ്ജന കോൾഡ് ഓൺ ഹെർ സിക്ക് ഫ്രണ്ട് എസ്റ്റർഡേ. അഞ്ജന കോൾഡ് ഓൺ ഹെർ സിക്ക് ഫ്രണ്ട് അല്ലേ, സുഖമില്ലാത്ത ഫ്രണ്ട്. യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഹാർഡ്ലി വരുമ്പോൾ നോട്ടുണ്ട് അവിടെ. 62ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡു യു. ഓക്കെ. അപ്പിയറി മീൻസ് ആൻസർ ഓപ്ഷൻ എ ആണ്. എ പ്ലേസ് വേർ പീപ്പിൾ കീപ് ബീസ്. എ പ്ലേസ് വേർ പീപ്പിൾ കീപ് ബീസ്. എ പ്ലേസ് വേർ പീപ്പിൾ കീപ് ബീസ്. ബീസിനെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അപ്പിയറി എന്ന് പറയുന്നത്. ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ ഐ ഡാഷ്. ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ ഐ ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വുഡ് ടെൽ യു. ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ ഐ വുഡ് ടെൽ യു. ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ അറിയാമെങ്കിൽ ഐ വുഡ് ടെൽ യു, ഞാൻ സംസാരിക്കാമായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ ടു ഡാഷ് വിത്ത് നാഷണൽ സെക്യൂരിറ്റി. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ ടു ഡാഷ് വിത്ത് നാഷണൽ സെക്യൂരിറ്റി. ആൻസർ ഓപ്ഷൻ ബി ആണ്, കട്ട് കോർണേഴ്സ്. Decision to cut corners with national security. Okay, next. Manu will go dash the 7:30 ബസ്സിന്. Manu will go dash the 7:30 ബസ്. 7:30 ബസ്സിന് പോകും. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺ ദി 7:30. അല്ല, ഓൺ ആണ് വരുന്നത് കേട്ടോ. പ്രിപ്പോസിഷൻ ഓൺ ആണ് വരിക. ഓൺ ദ 7:30 ബസ്. 7:30 ബസ്സിന് പോകും. Find out which part of the sentence has an error. There is no error. Select option D. My daughter / with her friends / have arrived. My daughter / with her friends / have arrived. ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ പാർട്ടാണ് എന്ത് തെറ്റുള്ളത്. ഹാവ് അറൈവ്ഡ് ആണ് തെറ്റുള്ള പാർട്ട്. ഓക്കെ. സെലക്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. 68ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. HUMORUS ആണ് പറയണത്. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദി അണ്ടർലൈൻഡ് പാർട്ട് ഇൻ ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. ദ അത്ലറ്റ് റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ്. വിത്ത് ഗ്രേറ്റ് സ്പീഡാണ് അണ്ടർലൈൻ കൊടുത്തേക്കുന്നത്. അതിൻ്റെ എന്താണ്, ഏത് പാർട്ട് ഓഫ് സ്പീച്ചിലുള്ളതാണെന്ന് പറയണം. വിത്ത് ഗ്രേറ്റ് സ്പീഡ് ആഡ്വർബാണോ, ആഡ്വർ ഫ്രേസ് ആണോ, ആഡ്വർ ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ആണോ എന്ന് പറയുക. ആൻസർ ആഡ്വർബ് ഫ്രേസ് ആണ് ഇത്, വിത്ത് ഗ്രേറ്റ് സ്പീഡ്. ദ അത്ലറ്റ് റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ അതിൽ വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്നുള്ളത് എന്താണ് അവിടുത്തത്? ആഡ്വർബ് ഫ്രേസ് ആണ്. വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ റാനിൻ്റെ ആഡ്വർബ് ഫ്രേസ് ആണ്. ഓക്കെ, ആഡ്വർബ് ഫ്രേസ് ആണ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഫെലിക്ടീഷ്യസ്. FELICITOUS ഫെലിക്ടീഷ്യസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അതിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് കൊടുക്കാൻ. ആൻറ്റോണിം ഏത് വരും? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻഅപ്രോപ്രിയേറ്റ്. FELICITOUS ഫെലിസീഷ്യസ്. ഫെലിസീഷ്യസ്. ഓക്കെ.
ശരിയായ പദം ഏതാണ്? ഇതിനകത്ത് യാദൃച്ഛികം എഴുതുന്നത് ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി ആണ് പറയുന്നത്. ഇവിടെ യാദൃശികം. ശരിയായ വാക്യം ഏതാണ്? 72 ആൻസർ വരുന്നത് ബി ആണ്. ഗീതയ്ക്ക് മുത്തശ്ശിയുടെ അടുപ്പം തോന്നി. നെക്സ്റ്റ്, ദ ഗേൾസ് ലുക്ക് ലൈക്ക് ഹെർ മദർ. മലയാള പരിഭാഷ എന്താണ്? ദ ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ. എൻ്റെ മലയാള പരിഭാഷ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, ആ പെൺകുട്ടി അവളുടെ അമ്മയെ പോലെയാണ്. ദ ഗേൾ ലുക്ക് ലൈക്ക് ഹെർ മദർ, അമ്മയെ പോലെയാണ്. ഒറ്റപ്പദം പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? അതിൻ്റെ ഒറ്റപ്പദം എന്തെഴുതും നമ്മൾ? ആൻസർ വിവക്ഷിതം. പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം. നെക്സ്റ്റ്, കഴുത്ത് എന്നർത്ഥം വരുന്നത് എന്താണ്? കഴുത്തിൻ്റെ അർത്ഥം വരുന്ന പദം ഇവിടെ എന്താണ്? ആൻസർ കന്ധരം. വിപരീത പദം അഗ്രജൻ. വിപരീത പദം അവരജൻ. ലോകസ്ഥിതി അറിയാത്തവൻ ആരാണ്? ആൻസർ കിണറ്റിലെ തവള. ലോകസ്ഥിതി അറിയാത്തവൻ കിണറ്റിലെ തവള. സ്ത്രീലിംഗം എഴുതുക. നേതാവിൻ്റെ സ്ത്രീലിംഗം നേത്രി. എനിക്കറിയില്ലായിരുന്നു. നേത്രി. നേതാവിൻ്റെ ഫൈനൽ ആൻസർ ക്രിയ ആയതുകൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു നേത്രി. രാജ്യം പ്ലസ് എ ഓപ്ഷൻ സി ആണ്. രാജ്യത്തെ എ. അവൻ എന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെയായിരിക്കും? ആ പ്ലസ് അൻ അവൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.